ഗുരുമന്ദിറിലുള്ള മാതാവിൻ്റെ നാമത്തിലുള്ള ചെറിയൊരു പള്ളി ആരംഭിച്ചിരിക്കുന്നതാണ്. ഇവിടെ ഞായറാഴ്ച ദിവസം ബന്ദർദേവയിൽ നിന്ന് വന്ന് കുർബാനയർപ്പിക്കും. 8-10 ആളുകളെ വരികയുള്ളൂ. ഇതിനു ചുറ്റും കാണുന്ന മനോഹരമായ മലകൾ, തേയില പ്ലാന്റേഷനാണ് ഇതിൻ്റെ മുമ്പിലുള്ളത്. അരുണാചൽ പ്രദേശിൽ തേയില പ്ലാന്റേഷൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഇവിടമെല്ലാവരും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുമന്ദിർ ദേവാലയം ഒരു ചെറിയ പള്ളിയാണ്. ഇവിടെ സാധാരണഗതിയിൽ 8 ആളുകളാണ് കുർബാനയ്ക്ക് വരുന്നത്. ഞായറാഴ്ച ഇന്ന് പന്തക്കോസ്ത ദിനമാണ്. ആ പള്ളിയുടെ ഉള്ളാണ് നമ്മൾ കാണുന്നത്. സാവധാനം ഈ പള്ളി നല്ല നിലയിൽ വളർന്നു വരും. ഈശോയുടെ കുരിശുരൂപമാണ് കാണുന്നത്. ഇത് വളരെ ചെറുതാണ്. കൂടി വന്നാൽ ഒരു 25 ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ മാതാവിൻ്റെ ഒരു രൂപം വച്ചിരിക്കുന്നതാണ്. ആ മാതാവിൻ്റെ രൂപം ഇവരുടേതായ രീതിയിലൊരു കലാരൂപങ്ങൾ, ഒരു രൂപക്കൂട് നമ്മുടെ നാട്ടിൽ പറയുന്നത്, ഇവിടെ ആളുകൾ ഉണ്ടായിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ഈ ദേവാലയം അമ്മയുടെ മുമ്പിൽ അണയാത്ത ദീപം കത്തിച്ചു വച്ചിരിക്കുകയാണ്. പന്തക്കോസ്ത ദിനം സമാഗതമായപ്പോൾ ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. ഈ ചെറിയ പള്ളിയുടെ ഉള്ളാണ് നമ്മൾ കാണുന്നത്. കുരിശിൻ്റെ വഴിയെല്ലാം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ക്രൂശിതനായ ഈശോ ഇവരെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.